നമ്മൾക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം. പക്ഷേ ആകും എന്നുള്ള ഒരു പ്രതീക്ഷയിലല്ല മിക്കവാറും ഈ വിഷയത്തെപ്പറ്റി കൃത്യമായി പഠനം നടത്തിയിട്ടുള്ള സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരെല്ലാവരും. ഇപ്പം അങ്ങ് തന്നെ ഉദ്ധരിച്ചിട്ടുണ്ടായിരുന്നു 85 ബില്യൻ്റെ കഴിഞ്ഞ വർഷത്തെ, അതായത് ഒരു ബില്യൺ എന്ന് പറയുമ്പോൾ 8700 കോടി. അതിൽ ഏകദേശം ഒരു 40 മില്യൻ്റെ ഒരു പ്രശ്നമാണ് നമുക്ക് ഉണ്ടാവാൻ പോകുന്നത്. കാരണം ബാക്കിയുള്ള കുറേ ഗുഡ്സുകളെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് മരുന്ന്, മൊബൈൽ, ഇലക്ട്രിക്കൽ ഗുഡ്സ്, അങ്ങനെ പോലത്തെ കുറേ കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതിൽ തന്നെ ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ സ്റ്റീല്, അതേപോലത്തെ സ്റ്റീൽ ആൻഡ് ഓട്ടോമൊബൈൽസ് വലിയ ആഘാതം വരുന്ന കാര്യങ്ങളാണ് പറയുന്നത്. സ്റ്റീല്, ഓട്ടോമൊബൈൽസ്, അത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇതിന് ഓൾറെഡി, ഈ സ്റ്റീലിനൊക്കെ ഓൾറെഡി 50% ഉണ്ട്, ഓട്ടോമൊബൈലിൽ 25% ഉണ്ട്. എങ്കിൽ പോലും നമ്മൾക്ക് ഈ ഒരു പറഞ്ഞ 45 മില്യൻ്റെ ഇതിൻ്റെ ഏകദേശം ഇതിൻ്റെ ഒരു 45 to 41 to 45 അതാണ് കൊടുക്കുന്ന ഒരു കണക്ക്. അതിൽ നമ്മൾ വേണ്ടത്ര പ്ലാനിങ് നടത്തി മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ സാമ്പത്തിക സ്ഥിതി അങ്ങനെ വലുതെ കുത്തനെ ഇടിയുമെന്നോ അങ്ങനെ പ്രയാസങ്ങൾ നേരിടുമെന്നോ എന്ന് തോന്നുന്നില്ല. മിക്കവാറും വരുന്ന ഒപ്പീനിയനുകൾ അങ്ങനെയാണ്. ഇനി ഗോയിങ് ഫോർവേഡ് എങ്ങനെയൊക്കെ കാര്യങ്ങൾ മാറും എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്ക് നോക്കി കണ്ടേ പറയാനൊക്കൂ. പക്ഷേ ഇപ്പോൾ നോക്കുക, നമ്മുടെ കഴിഞ്ഞ പാദത്തിൽ തന്നെ നമ്മുടെ GDP ഏകദേശം, നമ്മുടെ ഗ്രോത്ത് ഒന്നാം പാദത്തിൽ തന്നെ 7.8% വന്നിട്ടുണ്ട്.